we are going to discuss extrema of functions. Extrema of functions. So basically, extrema means absolute maximum or absolute minimum. So before going to extrema, let's first discuss what do you mean by absolute maximum and absolute minimum. Okay, suppose y is equal to f of x is a function of, it's a function from interval a to b. Okay, so meanwhile we have some other points like that. Now I'm just drawing the graph of the function. I'll get something like this. Okay, ഇതാണെന്ന് വിചാരിച്ച ഫംഗ്ഷൻ്റെ ഒരു ഗ്രാഫ്. അപ്പം ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോയിൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റാണ്, മാക്സിമം വാല്യൂ ആണ് ഈ ഒരു പോയിൻ്റ് അല്ലേ. അപ്പോൾ ഇതിനെ ഞാൻ കറസ്പോണ്ടിങ്ങിൽ ഇപ്പോൾ ബിക്കാന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ബി കോമ എഫ് ഓഫ് ബി ആണ് അല്ലേ ഫംഗ്ഷൻ വാല്യൂ. അപ്പോൾ ഈ ബിയിൽ ഐ വിൽ സേ ദിസ് ഫംഗ്ഷൻ ഹാസ് ആൻ അബ്സല്യൂട്ട് മാക്സിമം അറ്റ് ബി എന്ന് ഞാൻ പറയും. അതായത് മനസ്സിലായോ, ഒരു ഫംഗ്ഷൻ്റെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂവിനെയാണ് ഞാൻ ആബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയാം. സോ ഐ വിൽ സേ എഫ് ഹാസ് ആബ്സല്യൂട്ട് മാക്സിമം അറ്റ് ബി എന്ന് പറയും. ആൻഡ് ഇറ്റ്സ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് ബി ആണ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അതേപോലെ തന്നെ മിനിമം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഹോൾ ഫംഗ്ഷൻ എ ബി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ എടുത്താൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. അപ്പം ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് എ എഫ് ഓഫ് എ ആണ്. ഇതൊരു എക്സാമ്പിളാണ്, എ എഫ് ഓഫ് എ ആണ്. അപ്പം ഐ വിൽ സേ എഫ് ഹാസ് ആൻ ആബ്സല്യൂട്ട് മിനിമം അറ്റ് ദ പോയിൻറ്റ് എ ആൻഡ് ഇറ്റ്സ് മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് എ. അതായത് എയിലാണ് ആബ്സല്യൂട്ട് മിനിമം ആൻഡ് ആ മിനിമം വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് എ ആണ്. ഓക്കെ, ഇനി ഒരു പോയിൻറ്റിൽ ആ ഫംഗ്ഷന് ഒന്നെങ്കിൽ ആബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ ആബ്സല്യൂട്ട് മിനിമം ഉണ്ടെങ്കിൽ നമ്മൾ ആ പോയിൻറ്റിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രീമ എന്ന് പറയുന്നത്. എക്സ്ട്രീമ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എക്സ്ട്രീം വാല്യൂസ് എന്നാണ്. എക്സ്ട്രീമ മീൻസ് എക്സ്ട്രീം വാല്യൂസ്. അപ്പോൾ എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ രണ്ട് എക്സ്ട്രീംസ് വരാം, അല്ല ഒന്നെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം. അപ്പോൾ ഒരു പോയിൻറ്റിന് നമ്മൾ എക്സ്ട്രീമ എന്ന് പറയണമെങ്കിൽ അവിടെ ഒന്നെങ്കിൽ ഫംഗ്ഷൻ ഒരു മാക്സിമം വാല്യൂ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആബ്സല്യൂട്ട് മിനിമം ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. Now, so the definition goes like this: a function f has an absolute maximum. Absolute maximum എന്ന് പറഞ്ഞാൽ എല്ലാ വാല്യൂവിനെക്കാട്ടിലും ബിഗർ ആയിരിക്കും അല്ലേ ആ വാല്യൂ. അപ്പം ആബ്സല്യൂട്ട് മാക്സിമം അറ്റ് ദ പോയിന്റ് സി എന്ന് പറഞ്ഞാൽ ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി, അതായത് എഫ് ഓഫ് സി ആയിരിക്കും എപ്പോഴും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക. ഫംഗ്ഷൻ്റെ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും വേർ എക്സ് ബിലോങ്സ് ടു ദാറ്റ് ഡൊമൈൻ, നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത ഡൊമൈനിൽ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് സി ആയിരിക്കും എഫ് ഓഫ് എക്സിനെക്കാട്ടിലും ബിഗറായിട്ട് നിൽക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഇതാണ് ആബ്സല്യൂട്ട്. അപ്പോൾ ഇവിടത്തൊക്കെ ഏതെങ്കിലും എടുത്താലും ഇതൊക്കെ എഫ് ഓഫ് എക്സുകളാണ്. അപ്പോൾ ആ ഏത് എഫ് ഓഫ് എക്സുകളെക്കാളും ബിഗറായിരിക്കും ഈ എഫ് ഓഫ് സി എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ അതിനാണ് നമ്മൾ ആബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ വി വിൽ സേ ആബ്സല്യൂട്ട് മാക്സിമം അറ്റ് സി ആൻഡ് ദി മാക്സിമം വാല്യൂ ഇസ് എഫ് ഓഫ് സി. എഫ് ഓഫ് സി എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആണ്. ആൻഡ് ആബ്സല്യൂട്ട് മാക്സിമം ഇസ് അറ്റ് സി. സിയിലാണ് അത് അറ്റൈൻ ചെയ്യുന്നത്. ഈ കറസ്പോണ്ടിങ് പോയിന്റിലാണ് അത്, സി എന്ന് പറയുന്ന പോയിന്റിലാണ് അത് അറ്റൈൻ ചെയ്യുന്നത്. ആൻഡ് അറ്റൈൻ ചെയ്യുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് സി ആണ്. അത് മാറിപ്പോകരുത് കേട്ടോ. അപ്പോൾ ഏത് പോയിന്റിലാണ് അതിൻ്റെ ആബ്സല്യൂട്ട് മാക്സിമം എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ ആ മാക്സിമം വാല്യൂ അല്ല പറയേണ്ടത്, അത് ഏത് പോയിന്റിലാണ് അറ്റൈൻ ചെയ്യുന്നത് എന്നാണ് പറയേണ്ടത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ആബ്സല്യൂട്ട് മിനിമം എന്ന് പറഞ്ഞാലോ നേരെ തിരിയും അല്ലേ. ആബ്സല്യൂട്ട് മിനിമം അറ്റ് എ പോയിന്റ് സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഏറ്റവും ചെറുതായിരിക്കും. എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഡി. അപ്പോൾ എഫ് ഓഫ് സി എപ്പോഴും ചെറുതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഇതാന്ന് വിചാരിച്ചോ ഫംഗ്ഷൻ. ഇപ്പം ഇങ്ങനെയാണ് ഇത്ര എത്തിയെന്ന് വിചാരിച്ചോ.
അപ്പോൾ ഇതിപ്പോൾ നെഗറ്റീവ് വാല്യൂ ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു വാല്യൂ ആണ് എപ്പോഴും ചെറുത് അല്ലേ, നെഗറ്റീവാണ്. അപ്പോൾ ഇത് ചെറുതാണ്. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ആബ്സല്യൂട്ട് മിനിമം എന്ന് പറയുന്നത്. ഇനി ഇത് ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ആബ്സല്യൂട്ട് മിനിമം വാല്യൂസ് ഓഫ് എഫ് ആർ കോൾഡ് എക്സ്ട്രീം വാല്യൂസ്. മിനിമമോ മാക്സിമമോ ആയിട്ടുള്ള വാല്യൂസിനെയാണ് നമ്മൾ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ തന്ന നോട്ട്സിൽ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ ഈ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെയാണല്ലേ ഗ്രാഫ് വരിക. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം, ഈ ഗ്രാഫ്സ് ഇങ്ങനെ ഹയസ്റ്റ് ഇതിൽ പോയിക്കൊണ്ടിരിക്കുക, അതായത് ഇങ്ങോട്ട് പോകുന്തോറും വാല്യൂ ഇത് ഇൻഫിനിറ്റിയിലോട്ട് ഇത് മൈനസ് ഇൻഫിനിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് മാക്സിമം ഇല്ല, ആബ്സല്യൂട്ട് മാക്സിമം ഇല്ല. എല്ലാ ഫംഗ്ഷനും ആബ്സല്യൂട്ട് മാക്സിമം മിനിമം ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇതിന് മാക്സിമം വാല്യൂ ഇല്ല, പകരം ആരുണ്ട്, മിനിമം വാല്യൂ ഉണ്ട്. അത് എവിടെ അറ്റൈൻ ചെയ്യുന്നത്, സീറോയിൽ അല്ലേ. അറ്റ് എക്സ് ഈക്വൽ ടു സീറോ it has an absolute minimum. ഓക്കെ, അപ്പോൾ ഇതിന് മാക്സിമം ആബ്സല്യൂട്ട് മാക്സിമം ഇല്ല, ബട്ട് ഇറ്റ് ഹാസ് ആബ്സല്യൂട്ട് മിനിമം. അതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. സെക്കൻഡ് എക്സാമ്പിൾ ഇസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ബി. ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ. മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പം വി വിൽ ഗെറ്റ് ലൈക്ക് ദിസ്, ഇങ്ങനെ കിട്ടും. അതായത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് താഴേക്ക് പോകും, അതായത് എക്സ് സ്ക്വയറിന് നേരെ നമ്മൾ റിവേഴ്സ് മിറർ ഇമേജ് എടുത്ത പോലെ കിട്ടും. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മിനിമം ഇല്ല അല്ലേ, കാരണം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്, മൈനസ് ഇൻഫിനിറ്റിയിലോട്ട് തന്നെ പോവാണ് രണ്ടും. അപ്പോൾ ഇതിന് എന്തില്ല, മിനിമം ഇല്ല, നോ ആബ്സല്യൂട്ട് മിനിമം, ബട്ട് ഇറ്റ് ഹാസ് എ മാക്സിമം അല്ലേ, ഇറ്റ് ഹാസ് എൻ ആബ്സല്യൂട്ട് മാക്സിമം. അതെവിടെയാണ്, 0 എന്ന് പറഞ്ഞ പോയിന്റിൽ. സോ ഇറ്റ് ഹാസ് ആൻ ആബ്സല്യൂട്ട് മാക്സിമം അറ്റ് 0യിലാണ് മാക്സിമം ഉള്ളത്. ആൻഡ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 0യിൽ, അതായത് ജി ഓഫ് 0 ആണ്, വിച്ച് ഇസ് മൈനസ് 0² 0 തന്നെയാണ് അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്, കാരണം അതിനെക്കാട്ടിലും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ അതിനില്ല. അതേപോലെ ദ നെക്സ്റ്റ് തേർഡ് എക്സാമ്പിൾ ഇസ് സി ഇസ് എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x. അപ്പോൾ 1/xൻ്റെ ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്താൽ അതിങ്ങനെ ഇവിടെ ടച്ച് ചെയ്യില്ല, കാരണം 0 വരുമ്പോഴത്തേക്ക് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, അതേപോലെ ഇൻഫിനിറ്റിയിലോട്ട് വരുമ്പോൾ 0, പക്ഷേ ടച്ച് ചെയ്യില്ല. അതേപോലെ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഗ്രാഫ് വരിക, 1/xൻ്റെ ഗ്രാഫ്. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം പറയാനില്ല, കാരണം ഇത് ഇൻഫിനിറ്റിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നോ ആബ്സല്യൂട്ട് മാക്സിമം. അതേപോലെ മിനിമം നോക്കാനാണെങ്കിലും മിനിമം വാല്യൂ നോക്കാൻ എന്ന് പറഞ്ഞാൽ 0യിലോട്ടാണ് പോകുന്നത്, പക്ഷേ 0 ടച്ച് ചെയ്യുന്നുമില്ല. 0യിൽ ടച്ച് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അതായിരുന്നു മിനിമം എന്ന് പറയായിരുന്നു. അപ്പോൾ അതിനെന്തില്ല, ആബ്സല്യൂട്ട് മിനിമവും ഇല്ല. അപ്പോൾ തേർഡ് ഗ്രാഫിന് അത് ബൗണ്ടഡ് എബവ് അല്ല, മുകളിലും ഒരു ബൗണ്ടില്ല, താഴെയും ബൗണ്ടില്ല. അപ്പോൾ അതിന് രണ്ടുമില്ല, വിച്ച് മീൻസ് ഇൻ ജനറൽ നമുക്ക് പറയാം നോ ആബ്സല്യൂട്ട് എക്സ്ട്രീമ. നോ ആബ്സല്യൂട്ട് എക്സ്ട്രീമ എന്ന് നമുക്ക് പറയാം. അതായത് മാക്സിമം ഇതും ഇൻഫിനിറ്റിയിലോട്ട് പോവാണ്, ഇത് മൈനസ് ഇൻഫിനിറ്റിയിലോട്ട് പോവാണ്. അപ്പോൾ ബൗണ്ട് അല്ല, അങ്ങോട്ട് രണ്ടും ആ രണ്ട് എക്സ്ട്രീംസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ബൗണ്ടഡ് അല്ല, അപ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ വാല്യൂ പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കേസിൽ രണ്ടുമില്ല. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് കേസ്, ദാറ്റ് ഈസ് കെ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x/√x² + 7. ഇതൊന്നും നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ചോദിക്കില്ല, ഗ്രാഫ് വരച്ചിട്ടൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കില്ല, കാരണം ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് y is equal to 1, y is equal to -1. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് കിട്ടുക. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് 1ലോട്ടും ടച്ച് ചെയ്യത്തുമില്ല, ഇത് -1ലോട്ടും ടച്ച് ചെയ്യില്ല. അപ്പോൾ അതിനും ഇത് ബൗണ്ടഡ് ആണ്, എന്തായാലും 1ൻ്റെ മുകളിലോട്ടും പോകുന്നില്ല, -1ൻ്റെ താഴോട്ടും പോകുന്നില്ല. പക്ഷേ ബൗണ്ടഡ് ആണെങ്കിൽ കൂടി ഇത് ആ ഒരു വാല്യൂ അറ്റൈൻ ചെയ്യുന്നില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, കൂട്ടിമുട്ടുന്നില്ല. അപ്പോൾ 1ൽ ടച്ച് ചെയ്തിരുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വന്നിട്ട് അത് 1ൽ ഇങ്ങനെ ടച്ച് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇത് മാക്സിമം ഇത് മിനിമം എന്ന് പറയായിരുന്നു. പക്ഷെ ഇവിടെ അത് ടച്ച് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ നമുക്ക് എന്തില്ല, മാക്സിമം ഇല്ല മിനിമം ഇല്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഫോർത്ത് കേസിലും ഇതിന് എക്സ്ട്രീമം വാല്യൂസ് ഇല്ല. അപ്പോൾ ഹോപ്പ് യു ഗോട്ട് ദി ഐഡിയ ഓഫ് എക്സ്ട്രീമം. നൗ ദർ ഇസ് എൻ എക്സാമ്പിൾ, ഫൈൻഡ് ദ എക്സ്ട്രീമം ഓഫ് ദി ഫംഗ്ഷൻ. അത് എക്സാമ്പിൾ 2 ആണ്. അതിൽ എ പാർട്ട് ഇസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x² -1 സ്ട്രിക്ട്ലി ലെസ് ദാൻ x ലെസ് ദാൻ 2. ബി പാർട്ട് ഇസ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x² -1 ലെസ് ദാൻ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ ഇസ്
രണ്ടിലും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പം -1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെ അല്ലേ. 1 ആണ്, 0 വരും, പിന്നെ എവിടം വരെ വരും 1 2. അപ്പം തന്നിരിക്കുന്ന പോയിൻറ്റ്സ് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് ഇത് സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സ് ഇല്ല കേട്ടോ, ഈ ഒരു പോയിൻറ്റ് ഇല്ല. ഓക്കെ, 1ൻ്റെത് അഗെയിൻ 1 വരും, 2ൻ്റെത് 0, കാരണം എക്സ്ക്ലൂഡഡ് ആണ് ആ പോയിൻറ്റ്സ്, തന്നിരിക്കുന്നതിൽ ആ പോയിൻറ്റ്സ്. അപ്പോൾ ഇതാണ് ഗ്രാഫ് വരിക. ആൻഡ് ഇവിടെ വി ക്യാൻ സീ ദാറ്റ് ഇതിന് മിനിമം വാല്യൂ ഉണ്ട് അല്ലേ. 0 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇതിനൊരു മിനിമം വാല്യൂ ഉണ്ട്. സോ ഇറ്റ് ഹാസ് എ മിനിമം അറ്റ് 0, അബ്സല്യൂട്ട് മിനിമം അറ്റ് 0, ആൻഡ് ദ വാല്യൂ മിനിമം വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് 0 വിച്ച് ഇസ് 0 അഗെയിൻ. ഇനി ഇതിനൊരു മാക്സിമം വാല്യൂ ഉണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. പക്ഷേ ഇതിനൊരു മാക്സിമം വാല്യൂ ഇല്ല. ശരിക്കും ഇവിടെ അറ്റൈൻ ചെയ്തിരുന്നെങ്കിൽ 2ൻ്റെ അവിടെ ഇവിടെ അറ്റൈൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു, ഇൻക്ലൂഡഡ് ആയിരുന്നെങ്കിൽ പറയാമായിരുന്നു മാക്സിമം വാല്യൂ ഉണ്ടെന്ന്. പക്ഷേ ഇവിടെ അറ്റൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നത്തെ ഏതാ നമുക്ക് അറിയില്ല. അപ്പോൾ 4ൻ്റെ തൊട്ട് മുന്നേ എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി നമുക്ക് ആ വാല്യൂ പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വി ഷുഡ് സേ ദർ ഇസ് നോ ആബ്സല്യൂട്ട് മാക്സിമം. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അതിൻ്റെ ബി പാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബി പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് അതിലെ റേഞ്ച് എന്ന് പറയുന്നത് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ആയിരിക്കും. അപ്പോൾ 2ഉം -1ഉം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതേ ഗ്രാഫ് തന്നെ, പക്ഷേ അവിടെ ചെറിയ വ്യത്യാസം എന്താ വെച്ചാൽ അത് ഇൻക്ലൂഡഡ് ആണ്. നേരത്തെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഐ വിൽ ഗെറ്റ് ലൈക്ക് ഇതേ സാധനം ഇങ്ങനെ കിട്ടും. ഇപ്പം അത് അറ്റൈൻ ചെയ്തിട്ടുണ്ട്, കാരണം നമുക്കിവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ൻ്റെ വാല്യൂ കൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇപ്പം ഈ ഒരു ഫംഗ്ഷൻ, ഇതാണ് ആക്ച്വലി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. -1 to 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആബ്സല്യൂട്ട് മിനിമം അറ്റ് 0. സോ ആബ്സല്യൂട്ട് absolute minimum at 0 and value is minimum value is 0 and absolute maximum is at എവിടെയാണ് 2ലാണ്, x equal to 2ലാണ് അറ്റൈൻ ചെയ്യുന്ന, ആ പോയിന്റിൽ അറ്റൈൻ ചെയ്യുന്ന. ആൻഡ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് 2 ആണ്, വിച്ച് ഇസ് 2 square 4. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആബ്സല്യൂട്ട് മാക്സിമം അറ്റ് എക്സ് ഈക്വൽ ടു 2 അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് ആണ്, എക്സ് വാല്യൂ ആണ് 2, ആൻഡ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇസ് 4. ഓക്കെ, സോ ദിസ് ഈസ് ദി ഐഡിയ. ഇനി അതേപോലെ അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ആബ്സല്യൂട്ട് എക്സ്ട്രീമേനെ പറ്റിയിട്ടാണ്. ഇനി അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ്സ് റിലേറ്റീവ് എക്സ്ട്രീമ. നമ്മൾ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആക്ച്വലി നമ്മളുടെ ഒരു ഫാമിലി സർക്കിളിലുള്ളവരല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് റിലേറ്റീവ് എക്സ്ട്രീമ എന്ന് പറഞ്ഞാലും. സി എന്ന് പറഞ്ഞൊരു പോയിന്റിൽ റിലേറ്റീവ് എക്സ്ട്രീമ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ സീനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചെറിയ ഇൻ്റർവെല്ലിൽ എന്തായിരിക്കണം, ആ ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ ആയിരിക്കണം സി. അതായത് ആബ്സല്യൂട്ട് എക്സ്ട്രീമ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഫുൾ ഡൊമെയിനിൽ, നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ ഹോൾ ഡൊമെയിനിൽ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമമോ മിനിമമോ ആയിരിക്കണം. പക്ഷേ റിലേറ്റീവ് എക്സ്ട്രീമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ഡൊമെയിനിൽ നിർബന്ധമില്ല, പകരം ഏതെങ്കിലും ഒരു ഓപ്പൺ ഇൻ്റർവെൽ കണ്ടെയ്നിങ് സിയിലായാൽ മതി. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഫംഗ്ഷൻ ഞാൻ എടുത്തേ. ഓക്കെ, അപ്പോൾ ഇതിൽ ആബ്സല്യൂട്ട് മാക്സിമം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇതാണ് ആബ്സല്യൂട്ട് മാക്സിമം. ഈ ഒരു റെഡിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സാധനമാണ് ആബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുന്നത്. ആൻഡ് ഇപ്പം ഞാൻ പ്ലോട്ട് ചെയ്ത് വെച്ച് നോക്കുവാണെങ്കിൽ ഇതാണ് ആബ്സല്യൂട്ട് മിനിമം. ഓക്കെ, പക്ഷേ ദിസ് വൺ ഇതൊരു റിലേറ്റീവ് മാക്സിമാണ്. കാരണം ഈ ഒരു പോയിന്റിൽ ഈ ഒരു സി എടുത്തു കഴിഞ്ഞാൽ ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇത്രയും സ്ഥലത്ത് ഇത് മാക്സിമാണ്. അതേപോലെ ഈ ഒരു പോയിന്റ് മാക്സിമാണ്, കാരണം ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു ചെറിയ ഇൻ്റർവെൽ എടുത്താൽ ഇത് റിലേറ്റീവ് മാക്സിമാണ്. അതേപോലെ ഈ ഒരു സ്ഥലം ഇതും ഒരു റിലേറ്റീവ് മാക്സിമമാണ്, കാരണം ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇത്ര സ്ഥലത്തെടുത്താൽ ഇത് അതായത് ചെറിയ ലോക്കൽ ഏരിയ എടുത്തു കഴിഞ്ഞാൽ അത് അവിടെ മാക്സിമമോ മിനിമമോ ആയാൽ മതി. അപ്പോൾ അതേപോലെ ഞാൻ റെഡിൽ കാണിക്കാൻ പോകുന്ന ഇതൊരു റിലേറ്റീവ്,
ഈ ഒരു പോയിന്റ് റിലേറ്റീവ് മിനിമമാണ്, ഈ ഒരു പോയിന്റ് റിലേറ്റീവ് മിനിമമാണ്. അപ്പോൾ ആബ്സല്യൂട്ട് മാക്സിമം മിനിമം എന്നൊക്കെ പറയുന്ന ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. പക്ഷേ റിലേറ്റീവ് മിനിമം മാക്സിമം എന്നൊക്കെ പറയുന്നത് ഒരു ലോക്കൽ കോൺസെപ്റ്റാണ്. അതായത് ചെറിയ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെൽ എടുത്താൽ അവിടെ അത് മാക്സിമമോ മിനിമമോ ആയാൽ മതി. അതിനെയാണ് നമ്മൾ റിലേറ്റീവ് എക്സ്ട്രീമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ മാത്രം ലോക്കലായിട്ടുള്ള ഒരു ഏരിയയിൽ അത് ഡോമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മിനിമം ആയാലും മതി. അതിനെയാണ് നമ്മൾ റിലേറ്റീവ് എക്സ്ട്രീമ എന്ന് പറയുന്നത്. ഇനി വി ഹാവ് എ തിയറം, ഇറ്റ്സ് കോൾഡ് ഫെർമാറ്റ്സ് തിയറം. ഫെർമാറ്റ്സ് തിയറം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഇഫ് എഫ് ഹാസ് എ റിലേറ്റീവ് എക്സ്ട്രീമം അറ്റ് സി, എഫിനൊരു റിലേറ്റീവ് എക്സ്ട്രീമം സിയിലുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി 0 ആയിരിക്കും, അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യില്ല, ഡസ് നോട്ട് എക്സിസ്റ്റ്. ആൻഡ് ഇവിടെ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആണ് കാര്യം. എന്താണെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ ഒരു റിലേറ്റീവ് എക്സ്ട്രീമിയോ മാക്സിമോ അതൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും നമ്മൾ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് എന്താണ്, സ്ലോപ്പ് ഓഫ് ദ ടാൻജൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യില്ല. ആ ഒരു ജോമെട്രിക്കലി ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മളിവിടെയും പറയുന്നത്. അപ്പോൾ സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു റിലേറ്റീവ് എക്സ്ട്രീമ ഉണ്ടെങ്കിൽ അവിടെ ഒന്നെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി 0 ആയിരിക്കും, അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യില്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂഫ് വളരെ സിമ്പിളാണ്. ഇനി എഫ് ഡാഷ് ഓഫ് സി, സപ്പോസ് നമ്മൾ ആദ്യം എക്സ്ട്രീമ എന്നാണല്ലോ പറഞ്ഞത്, ഇഫ് എഫ് ഹാസ് എ റിലേറ്റീവ് എക്സ്ട്രീമം എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതൊന്നെങ്കിൽ മിനിമം ആകാം, മാക്സിമം ആകാം. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ആദ്യം എഫ് ഹാസ് എ റിലേറ്റീവ് മാക്സിമം എന്നാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് റിലേറ്റീവ് മിനിമത്തിനും പ്രൂവ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഒരെണ്ണത്തിനാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. റിലേറ്റീവ് മാക്സിമം അറ്റ് സി ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇനി സപ്പോസ് എഫ് അവിടെ ഡിഫറൻഷ്യബിൾ അല്ലെങ്കിൽ ഒന്നും പ്രൂവ് ചെയ്യാനില്ല, കാരണം എഫ് ഡാഷ് ഓഫ് സി ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞത് നമുക്ക് പ്രൂഫ് വൈൻഡപ്പ് ചെയ്യാം. ഇനി സപ്പോസ് എഫ് ഡാഷ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക, എഫ് ഡാഷ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഇനി നമ്മൾ അസ്യൂം ചെയ്തു സിയിൽ മാക്സിമം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, മാക്സിമം ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ഇൻ സം എക്സ് ഇൻ ഐ എന്ന് പറയുന്നത് സീനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെല്ലാണ്. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന റിലേറ്റീവ് മാക്സിമം എന്നാണ്, അതായത് ഒരു ലോക്കൽ ഏരിയയിൽ. അപ്പോൾ സീനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് സി ഡോമിനേറ്റ് ചെയ്യും എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം അല്ലേ. ഇനി നമ്മൾ സപ്പോസ് എച്ച് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് എടുക്കുകയാണ്, എച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ആൻഡ് എച്ച് ഇസ് വെരി സ്മോൾ, എച്ച് എന്ന് പറയുന്നത് വളരെ സഫീഷ്യൻ്റ്ലി സ്മോൾ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. ഇനി എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി എടുക്കുകയാണ്, അല്ലെങ്കിൽ എഫ് ഓഫ് സി പ്ലസ് എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ എടുക്കുകയാണ്. അതായത് ഐ എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലാണ് ഇത് സീനെ ചുറ്റിയിട്ടുള്ള അല്ലേ. അപ്പോൾ സി പ്ലസ് എച്ച് എന്ന് പറഞ്ഞാലും അത് എവിടെ തന്നെ ഐയിൽ തന്നെ, അത്രയും ചെറുതായിട്ടാണ് നമ്മൾ എച്ചിന് എടുക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് സി പ്ലസ് എച്ചും എന്തായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ആയിരിക്കും. കാരണം എഫ് ഓഫ് സി എന്ന് പറയുന്നത് അവിടെ മാക്സിമം ആണല്ലോ. ഓക്കെ, വിച്ച് മീൻസ് എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി എന്തായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം ഇത് വലുതാവുമ്പം ചെറുതെന്ന് വലുത് കുറയ്ക്കുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും ആണല്ലോ. ഇനി ഡിവൈഡഡ് ബൈ എച്ച് എടുക്കുകയാണ് ഞാൻ, ഡിവൈഡഡ് ബൈ എച്ച്. കാരണം ഇത് നെഗറ്റീവ്, മുകളിലത്തെ ആൾ നെഗറ്റീവാണ്, എച്ച് പോസിറ്റീവാണ്. അപ്പോൾ ഇപ്പോൾ -1 - 2 എടുത്തു കഴിഞ്ഞാൽ അത് ഫുൾ നെഗറ്റീവായി പോകും അല്ലേ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ മുകളിലത്തെ ആൾ നെഗറ്റീവാണ്, താഴത്തെ ആൾ പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് വീണ്ടും നെഗറ്റീവ് ആയിരിക്കും. സോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 കിട്ടും അല്ലേ. ഇനി രണ്ട് സൈഡിലും നമ്മൾ h ടെൻസ് ടു 0 അപ്ലൈ ആണ്. ലിമിറ്റ് h ടെൻസ് ടു 0 അപ്ലൈ ചെയ്യുമ്പം ഇവിടെ എന്ത് കിട്ടും, ഇറ്റ് ഇസ് എഫ് ഡാഷ് ഓഫ് സി. സോ വി വിൽ ഗെറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിന് നമ്മൾ ഇൻഇക്വാലിറ്റി 1 എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ നമ്മൾ എച്ചിനെ പോസിറ്റീവായിട്ടാണല്ലോ എടുത്തത്. ഇനി എച്ചിനെ നമ്മൾ, അതായത് 0, h ടെൻസ് ടു 0 ഫ്രം ദി ലെഫ്റ്റ് സൈഡ്. ആദ്യം നമ്മൾ എടുത്തത് എച്ച്, അതായത് 0നെ എച്ച് അപ്രോച്ച് ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ നിന്നാണ് എടുത്തത്. സോ എച്ച് പോസിറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ ലിമിറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ലിമിറ്റ് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാമല്ലോ. അപ്പോൾ എച്ച് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നത്. കാരണം എഫ് ഡാഷ് ഓഫ് സി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ബൈ എച്ച് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എച്ച് റൈറ്റിൽ നിന്നായാലും ലെഫ്റ്റിൽ നിന്നായാലും അപ്രോച്ച് ചെയ്താലും നമുക്ക് ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ടൈമിൽ നമ്മൾ എച്ച് റൈറ്റ് സൈഡിൽ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നതെന്ന് എടുത്ത്. ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്നത് ലെറ്റ് എച്ച് അപ്രോച്ച് 0 ഫ്രം ലെഫ്റ്റ്. അതായത് എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി എച്ച് നെഗറ്റീവ് ആണെന്ന് എടുത്ത് അപ്പോഴും എഫ് ഓഫ് സി പ്ലസ് എച്ച് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് സി. കാരണം സി എന്ന് പറയുന്നത്
മാക്സിമം ആയതുകൊണ്ട് എച്ച് എവിടെ നിന്ന് വന്നാലും എഫ് ഓഫ് സി പ്ലസ് എച്ച് എന്ന് പറയുന്നത്, അപ്പം നേരത്തെ നമ്മുടെ എച്ച് പോസിറ്റീവ് ആയതുകൊണ്ട് സി പ്ലസ് എച്ച് ഇപ്പുറത്തായിരുന്നു. ഇപ്പം നമ്മുടെ എച്ച് നെഗറ്റീവ് ആയതുകൊണ്ട് സി പ്ലസ് എച്ച് എന്ന് പറയുന്നത് ഇപ്പുറത്ത് വരും. അത്ര വ്യത്യാസമുള്ളൂ. അതേ നെയ്ബർഹുഡിൽ തന്നെ കിടക്കും, അതേ ഇൻ്റർവെല്ലിൽ തന്നെ കിടക്കും. ഇപ്പോൾ സി പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തായി എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോഴും എഫ് ഓഫ് സി തന്നെയായിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്, കാരണം സീൻ്റെ അവിടെയാണ് മാക്സിമം കിടക്കുന്നത്. സോ ഐ വിൽ ഗെറ്റ് സി എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ഇസ് ലെസ് ആർ ഈക്വൽ ടു 0. ഇനി ഞാൻ ഡിവൈഡഡ് ബൈ എച്ച് കൊടുക്കുകയാണേ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതും നെഗറ്റീവാണ്, ഇതും നെഗറ്റീവാണ്, ഈ എച്ച് നെഗറ്റീവാണ്. നമ്മൾ ഇപ്പോൾ എടുത്ത എച്ച് നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് ഡിവൈഡ് ബൈ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? പോസിറ്റീവ് ആകും അല്ലേ? സോ എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി ബൈ എച്ച് എടുക്കുന്ന സമയത്ത് എന്ത് പറ്റി? ഇത് പോസിറ്റീവായി. ഓക്കെ, സോ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയി. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 കൊടുത്താൽ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഇതാണ് ഇക്വേഷൻ ഇന്നിക്വാലിറ്റി 2. അപ്പോൾ ഇന്നിക്വാലിറ്റി 1 നോക്കിക്കേ. ഇന്നിക്വാലിറ്റി 1 പറയുന്നത് എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു 0. ഇന്നിക്വാലിറ്റി 2 പറയുന്നത് എഫ് ഡാഷ് ഓഫ് സി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഇത് രണ്ടും ട്രൂ ആവുന്ന ഒരേ ഒരു കേസേ ഉള്ളൂ. അതേതാണ്? എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ഈക്വൽ ടു 0. സോ വി ഗോട്ട് ദ റിസൾട്ട് എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു 0. അതായത് നമ്മുടെ പോയിന്റിൽ ഒരു റിലേറ്റീവ് എക്സ്ട്രീം അത് മാക്സിമം ആണ് ഉള്ളതെങ്കിൽ വി ക്യാൻ ഈസിലി പ്രൂവ് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു 0. ഇനി നിങ്ങൾ എഴുതുമ്പോൾ ഇതേപോലെ തന്നെ എഴുതിയാൽ മതി. റിലേറ്റീവ് മിനിമത്തിനും ഇതേ സിമിലർ പ്രൂഫ് തന്നെയാണെന്ന് എഴുതിയാൽ മതി. എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാർട്ട് എഴുതിയിട്ട് റിലേറ്റീവ്, കാരണം റിലേറ്റീവ് മിനിമം വരുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇതേപോലെ തന്നെ, പക്ഷേ സി പ്ലസ് എച്ച് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് കിട്ടും. അപ്പോൾ എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി എന്ന് പറയുന്നത് പോസിറ്റീവ് ആകും. ഡിവൈഡഡ് ബൈ എച്ച് പോസിറ്റീവായിട്ട് ഫസ്റ്റ് കേസിൽ എടുത്താൽ ഇതും പോസിറ്റീവ് ആകും. സോ ഇവിടെ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആകും. ഇനി രണ്ടാമത്തെ കേസിലും എഫ് ഓഫ് സി പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സി പോസിറ്റീവ് ആണ്. പക്ഷേ എച്ച് നമ്മൾ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു റേഷ്യോ എന്താ ഇപ്പോൾ നെഗറ്റീവ്, കാരണം മുകളിലത്തെ പോസിറ്റീവാണ്, താഴത്തത് നെഗറ്റീവാണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കിട്ടും? എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ലെസ് ആർ ഈക്വൽ ടു 0 കിട്ടും. അപ്പോഴും നമുക്ക് മിനിമത്തിൻ്റെ കേസിൽ നമുക്ക് ഇതേപോലെ തന്നെ പ്രൂവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പ്രൂഫ് എഴുതുന്ന സമയത്ത് എന്താണ്, രണ്ടും സിമിലർ മാനറിൽ തന്നെ നമുക്ക് ഇതിനും പ്രൂവ് ചെയ്യാമെന്ന് എഴുതിയാൽ മതി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫെർമാറ്റ്സ് തിയറം. ഇനി ഒരു ഡെഫിനിഷൻ കൂടിയുണ്ട്, ക്രിട്ടിക്കൽ നമ്പർ. ക്രിട്ടിക്കൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ, ഒരു ക്രിട്ടിക്കൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീനെ നമ്മൾ ക്രിട്ടിക്കൽ നമ്പർ, ക്രിട്ടിക്കൽ പോയിൻ്റ് എന്ന് വിളിക്കണമെങ്കിൽ ഒന്നെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി 0 ആയിരിക്കണം, അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി ഡസ് നോട്ട് എക്സിസ്റ്റ് ആയിരിക്കണം. ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുത്തു. അപ്പോൾ സപ്പോസ് എഫ് ഡാഷ് ഓഫ് എക്സ്, അതിൻ്റെ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇട്ടിട്ട് എക്സിനെ സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതും എന്തായിരിക്കും? ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ വി ഹാവ് എ ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് 0 is a critical number of each of the functions. F of x is equal to x cube and g of x is equal to x raised to 1/3, but that neither function has a relative extremum at 0. അതായത് നമുക്ക് ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ആൻഡ് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 1/3 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 0 എന്ന് പറയുന്നൊരു ക്രിട്ടിക്കൽ നമ്പറാണ്, പക്ഷെ അവിടെ റിലേറ്റീവ് എക്സ്ട്രീമം ഇല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് റിലേറ്റീവ് എക്സ്ട്രീമം ഉണ്ടെങ്കിൽ അത് ക്രിട്ടിക്കൽ പോയിൻ്റ് എന്നാണ് ഫെർമാറ്റ്സ് തിയറം പറയുന്നത്, അല്ലേ? റിലേറ്റീവ് എക്സ്ട്രീമം ഉണ്ടെങ്കിൽ അവിടെ ക്രിട്ടിക്കൽ പോയിൻ്റ് ഉണ്ടാകും, പക്ഷെ തിരിച്ച് ക്രിട്ടിക്കൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ അവിടെ റിലേറ്റീവ് എക്സ്ട്രീമം ഉണ്ടാവണം നിർബന്ധമില്ല. അതിനുള്ളൊരു എക്സാമ്പിളാണ് ഇത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ക്രിട്ടിക്കൽ പോയിൻ്റ് 0 എന്ന് പറയണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എഫ് ഡാഷ് ഓഫ് എക്സ് എടുക്കുക. എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്? 3x². അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയണമെങ്കിൽ 3x² ഇസ് ഈക്വൽ ടു 0. എപ്പോഴത് 0 ആവുക? എക്സ് ഈക്വൽ ടു 0. സോ എക്സ് ഈക്വൽ ടു 0 ആയാൽ എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആകും. സോ എക്സ് ഈക്വൽ ടു 0 ഇസ് എ ക്രിട്ടിക്കൽ പോയിൻറ്റ്. അതേപോലെ ജി ഡാഷ് ഓഫ് എക്സ് 1/3 എക്സ് റേസ് ടു 1/3 മൈനസ് 1 ആണ്, അല്ലേ? സോ ഇറ്റ് ഈസ് 1/3 എക്സ് റേസ് ടു താഴോട്ട് എടുക്കുമ്പം യു വിൽ ഗെറ്റ് 2/3. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ജി ഡാഷ് ഓഫ് എക്സിന് 0 എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല, അല്ലേ? ജി ഡാഷ് ഓഫ് എക്സിന് 0 എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല.
കാരണം എക്സ് ഡിനോമിനേറ്ററിലാണ്. പക്ഷേ ഇവിടെ ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു കേസ് ഇല്ലെങ്കിലും ജി ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യാത്ത കേസ് ഉണ്ട്. കാരണം എക്സ് ഡിനോമിനേറ്ററിലായതുകൊണ്ട് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 1/x എന്തില്ല എക്സിസ്റ്റ് ചെയ്യില്ല. അതായത് ജി ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ് എന്ന് പറയുന്നതാണ് ഇവിടെ എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആയാൽ മതി, അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യാതിരുന്നാൽ മതി. ഫസ്റ്റ് കേസിൽ അത് ഈക്വൽ ടു 0 ആണ് നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് തന്നത്. പക്ഷെ നെക്സ്റ്റ് കേസിൽ അത് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റിലാണ് നമുക്ക് ആ ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടിയത്. ഇനി ഈ രണ്ട് ഫങ്ഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. എക്സ് ക്യൂബിൻ്റെ ഒരു ഗ്രാഫ് വരച്ചാൽ യു വിൽ ഗെറ്റ് ലൈക്ക് ദിസ്, ഇങ്ങനെ. അതായത് പോസിറ്റീവിലോട്ടും പോസിറ്റീവ് ഇൻഫിനിറ്റി നെഗറ്റീവ് ഇൻഫിനിറ്റി. അപ്പോൾ ഇതിൽ ക്ലിയർ ആണ് ഈ ഗ്രാഫിന് എക്സ്ട്രീമോ ഇല്ല എന്നുള്ളത്. അതേപോലെ എക്സ് റേസ് ടു 1/3ൻ്റെ ഗ്രാഫ് എടുത്താൽ അതും ഇങ്ങനെ തന്നെ പോകുന്നത്, അതായത് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലോട്ടും നെഗറ്റീവ് ഇൻഫിനിറ്റിയിലോട്ടും പോകുന്നതാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിട്ട് പറയാൻ പറ്റില്ല മാക്സിമം മിനിമവും ഇല്ല എന്നുള്ള കാര്യം. ഓക്കെ, കാരണം ഇങ്ങനെ എഴുതിയാൽ മതി നിങ്ങൾ. എക്സ് ഗ്രേറ്റർ ആകുമ്പം എക്സ് ക്യൂബും പോസിറ്റീവാണ്, അതായത് ബൗണ്ടഡ് അല്ല. എബൗവിൽ, അതായത് എക്സിൻ്റെ വാല്യൂ കൂടുമ്പം എക്സ് ക്യൂബിൻ്റെ വാല്യൂ കൂടി പോകും, അതിന് ഇൻഫിനിറ്റിയിലോട്ട് പോവാണ്. അതേപോലെ തന്നെ തിരിച്ചും ഇതും അങ്ങനെ തന്നെ. എക്സ് ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് എക്സ് ക്യൂബും ലെസ് ദാൻ 0 ആണ്. അതായത് എക്സ് നെഗറ്റീവിലോട്ട് പോകുമ്പോൾ എക്സ് ക്യൂബ് മൈനസ് ഇൻഫിനിറ്റി, അതായത് ബൗണ്ടഡ് അല്ല. എബവ് താഴെയും ബൗണ്ടഡ് അല്ല. അതേ കേസ് തന്നെയാണ് ജി ഓഫ് എക്സിനും. എക്സ് 0ലോട്ട് പോകുമ്പം എക്സ് റേസ് ടു 1/3യും എക്സ് ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പം എക്സ് റേസ് ടു 1/3യും ഗ്രേറ്റർ ദാൻ 0 ആണ്, അല്ലേ? തിരിച്ചും അതേപോലെ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ജി ഓഫ് എക്സും ലെസ് ദാൻ 0 ആണ്. അതായത് രണ്ടും ഇൻഫിനിറ്റിയിലോട്ടാണ് പോകുന്നത്. എക്സ് ഇൻഫിനിറ്റി ലാർജ് ആകുമ്പോൾ എക്സ് റേസ് ടു 1/3 ലാർജ് ആണ്, ലൈക്ക് ദാറ്റ്. അപ്പോൾ അത് ബൗണ്ടഡ് അല്ല, അതുകൊണ്ട് അതിന് എന്തുണ്ടാവില്ല, എക്സ്ട്രീമം ഉണ്ടാവില്ല. മാക്സിമം മിനിമം ഒന്നും അതിന് ഉണ്ടാവില്ല. അതാണ് നമ്മൾ അങ്ങനെ പ്രൂവ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. അത് ഞാൻ എക്സാമ്പിൾ 4 നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. വർക്ക്ഡ് ഔട്ട് ആണ്, ജസ്റ്റ് നോക്കിയാൽ മതി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കേട്ടോ. ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഒന്നെങ്കിൽ ഈക്വൽ ടു 0 കൊടുക്കുക, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൻ്റെ വാല്യൂസ് കിട്ടും. ഇനി ലാസ്റ്റ് സെക്ഷൻ ഇസ് ഫൈൻഡിങ് ദ എക്സ്ട്രീമം വാല്യൂസ് ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ക്ലോസ്ഡ് ഇൻ്റർവെൽ. അപ്പോൾ നമുക്ക് വി ഹാവ് എ തിയറം, അത് പഠിക്കണം കേട്ടോ. പേരുള്ള തിയറംസ് ഒക്കെ പഠിക്കണം. സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ചോദിക്കും. എക്സ്ട്രീം വാല്യൂ തിയറം. എക്സ്ട്രീം വാല്യൂ തിയറം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇഫ് എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ എ ക്ലോസ്ഡ് ഇൻ്റർവെൽ, എ ബി എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ ഉള്ളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എഫിന് ഒരു ആബ്സല്യൂട്ട് മാക്സിമം അറ്റൈൻ ചെയ്യും, ആബ്സല്യൂട്ട് മിനിമവും അറ്റൈൻ ചെയ്യും. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ക്ലോസ്ഡ് ഇൻ്റർവെൽ ഓൾവേസ് അറ്റൈൻസ് ഇറ്റ് ആബ്സല്യൂട്ട് മാക്സിമം ആൻഡ് ആബ്സല്യൂട്ട് മിനിമം. എപ്പോഴും അത് അറ്റൈൻ ചെയ്യും. അതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കേസിലൊക്കെ കണ്ടില്ലേ, നേരത്തെ തൊട്ട് മുന്നത്തെ കേസിൽ കണ്ടില്ലേ. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടിന്യൂസ് ആണ്, പക്ഷെ അത് ക്ലോസ്ഡ് ഇൻ്റർവെല്ലായിരുന്നില്ല. ക്ലോസ്ഡ് ഇൻ്റർവെൽ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഫുള്ള് ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിന് ആബ്സല്യൂട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഫംഗ്ഷൻസ് ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ, അത് കണ്ടിന്യൂസും ആയിരിക്കണം, ക്ലോസ്ഡ് ഇൻ്റർവെല്ലും ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു ആബ്സല്യൂട്ട് മാക്സിമം മിനിമം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. യു ഹാവ് ടു ഫൈൻഡ് ദ എക്സ്ട്രീമ. നമ്മളോട് ഒരു ഫംഗ്ഷൻ തന്നിട്ട് പറയും, നമ്മളോട് പറയും അതിൻ്റെ എക്സ്ട്രീമ മിനിമം മാക്സിമം വാല്യൂസ് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ അതിന് കണ്ടുപിടിക്കാൻ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലുള്ളത്, ആ എൻ പോയിൻറ്റ്സ് വേണ്ട, പകരം അതിൻ്റെ ഉള്ളിലുള്ള ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഇപ്പം C1 C2 2 പോയിൻറ്റ്സ് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എഫ് ഓഫ് എ കണ്ടുപിടിക്കണം. അതായത് ആ എൻ പോയിൻറ്റ്സും കൂടെ കണ്ടുപിടിക്കണേ. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും പിന്നെ എഫ് ഓഫ് C1 എഫ് ഓഫ് C2 ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലുള്ള ഈ ഫംഗ്ഷൻ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ 4 എണ്ണത്തിലുള്ള ഹയസ്റ്റ് വാല്യൂ, ദി ആബ്സല്യൂട്ട് മാക്സിമം വാല്യൂ ഓഫ് എഫ് ആൻഡ് ദി മിനിമം വാല്യൂ ഓഫ് ദി പ്രിസൈസ്ലി ദ ലാർ, ഈ ഇത്രയും വാല്യൂസിൽ ഏറ്റവും ബിഗ്ഗർ ആയിരിക്കും അതിലെ ഹയസ്റ്റ് ആബ്സല്യൂട്ട് മാക്സിമം എന്ന് പറഞ്ഞാൽ ഈ 4 എണ്ണത്തിൽ, 4 എണ്ണം അല്ല, എത്ര എണ്ണം ഉണ്ടോ അത്രയും, അതിൽ ഏറ്റവും ചെറുതായിരിക്കും ആബ്സല്യൂട്ട് മിനിമം. അത്രയും സിമ്പിളാണ് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എക്സാമ്പിൾ 5, ഫൈൻഡ് ദ എക്സ്ട്രീം വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x raised to 4 minus 4x cube minus 8 on -1 2. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിളാണ്.
എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 12x³ മൈനസ് 12x² അല്ലേ? അതിനെ നമുക്ക് ഒന്നുകൂടെ വൃത്തിയായിട്ട് 12 ഇൻറ്റു എങ്ങനെ എഴുതാം, ഒന്നും കൂടെ സിമ്പിളാക്കി എഴുതാം. 12x² ഇൻറ്റു എക്സ് മൈനസ് 1 ഇങ്ങനെ എഴുതാം അല്ലേ? സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് 12x² ഇൻറ്റു എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. ഇതിൻ്റെ അർത്ഥം എന്താ? ഒന്നെങ്കിൽ x² 0 അല്ലെങ്കിൽ x ഇസ് ഈക്വൽ ടു 1 അല്ലേ? സോ എക്സ് ഈക്വൽ ടു 0 ഓർ എക്സ് ഈക്വൽ ടു 1. ഇപ്പോൾ ഇവർ രണ്ടുമാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 0യും 1ഉം ആണ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പോൾ 0ൽ നോക്കണം, 1ൽ നോക്കണം. അതല്ലാതെ നമ്മുടെ എൻ പോയിൻറ്റ്സ് ഫംഗ്ഷൻ നമുക്ക് ഇൻ്റർവെൽ തന്നിരിക്കുന്നത് എ ബി എന്ന് പറയുന്നത് -1 -2. അപ്പോൾ അതും കൂടി നോക്കണം. -1ഉം 2 ക്രിട്ടിക്കൽ പോയിൻറ്റ്സും പിന്നെ അതിൻ്റെ കൂടെ എൻ പോയിൻറ്റ്സ് നമ്മുടെ തന്നിരിക്കുന്ന ഇൻ്റർവെല്ലിലെ എൻ പോയിൻറ്റ്സും കൂടി നോക്കണം. ഇനി ഈ 4 പോയിൻറ്റ്സിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് എഫ് ഓഫ് -1 കണ്ടുപിടിക്കണം, വിച്ച് ഇസ് 3 ഇൻറ്റു -1⁴ മൈനസ് 4 -1³ -8 അത് കണ്ടുപിടിക്കണം. എഫ് ഓഫ് 0 കണ്ടുപിടിക്കണം, വിച്ച് ഇസ് എളുപ്പം -8. പിന്നെ എഫ് ഓഫ് 1 കണ്ടുപിടിക്കണം, എഫ് ഓഫ് 2 കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് -1ൻ്റെ വാല്യൂ കിട്ടുന്നത് -1, എഫ് ഓഫ് 0 -8, 1 കിട്ടുമ്പോൾ -9, 2 കിട്ടുമ്പോൾ 8. അപ്പോൾ നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത് -1, -8, -9, 8. ഇതിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 8 അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ആബ്സല്യൂട്ട് ഇതാണ് നമ്മുടെ മാക്സിമം വാല്യൂ. അപ്പോൾ വി ക്യാൻ സേ അതെവിടെയാണ് അറ്റൈൻ ചെയ്യുന്നത്? ആബ്സല്യൂട്ട് മാക്സിമം അറ്റൈനിങ് അറ്റ് എക്സ് ഈക്വൽ ടു 2. എക്സ് ഈക്വൽ ടു 2ലാണ് അത് അറ്റൈൻ ചെയ്യുന്നത്. ആൻഡ് ആ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. അതേപോലെ ഇതിലേറ്റവും ചെറുത് എന്താ? -9 അല്ലേ? അപ്പോൾ -9 ആണ്. ഇതാണ് നമ്മുടെ മിനിമം വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മിനിമം വാല്യൂ അറ്റൈൻസ് അറ്റ്, സോ ആബ്സല്യൂട്ട് മിനിമം ഇസ് അറ്റൈനിങ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. 1ലാണ് അറ്റൈൻ ചെയ്യുന്നത് ആൻഡ് മിനിമം വാല്യൂ എന്ന് പറയുന്നത് -9 ഇങ്ങനെയാണ് നമ്മളൊരു പ്രോബ്ലം ചെയ്യുക. ഓക്കെ, ആൻഡ് ഇതേപോലെ അടുത്തൊരു എക്സാമ്പിൾ 6 ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. എക്സ്ട്രീമം വാല്യൂസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് ഒരു ക്ലോസ്ഡ് ഇൻ്റർവെല്ലിലാണെങ്കിൽ ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക, എന്നിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് 0 എന്ന പോയിൻറ്റ്സ് കണ്ടുപിടിക്കുക. അതുമാത്രമല്ലാതെ നമ്മുടെ ഇൻ്റർവെല്ലിലെ എൻ പോയിൻറ്റ്സിലെ അതിലത്തെ വാല്യൂസ് അങ്ങനെ 4 എത്ര ക്രിട്ടിക്കൽ പോയിൻറ്റ്സിലെ എൻഡ് ഇൻ്റർവെല്ലിൻ്റെ എൻഡിലുള്ള എ ബി, എഫ് ഓഫ് എ, എഫ് ഓഫ് ബി അതും കണ്ടുപിടിക്കുക. അതിൽ ഏറ്റവും മാക്സിമം ആണ് മാക്സിമം വാല്യൂ, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻ്റാണ്, അവിടെയാണ് ആബ്സല്യൂട്ട് മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ ഈ വാല്യൂസിൽ ഏറ്റവും മിനിമം വാല്യൂ അതായിരിക്കും ഫംഗ്ഷൻ്റെ ആബ്സല്യൂട്ട് മിനിമം വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് റീ ഓപ്പണിങ്ങിൻ്റെ സമയത്ത് പ്രോബ്ലംസ്, നിങ്ങൾക്ക് ഡൗട്ടുള്ള പോർഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.